ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുക്കറിൽ ചിക്കൻ ബിരിയാണി എളുപ്പത്തിൽ ദം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ തൂക്കം വരുന്ന ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പുപൊടിയും 1 ടീസ്പൂണോളം അധികം പുളിയില്ലാത്ത തൈരും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാലയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 6 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക്, 3 മീഡിയം സൈസ് സവാള, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. സ്റ്റൗവിൽ ഞാനിപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യിലാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവാള ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സവാള നീളത്തിൽ സ്ലൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നെയ്യിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഈ കുക്കറിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 2 ചെറിയ പീസ് പട്ട, 3 കരയാമ്പൂ, 3 ഏലക്ക, ഒരു ചെറിയ പീസ് ബേ ലീഫും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ വേറെ ഏതെങ്കിലും പാത്രത്തിലിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുക്കറിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടിയിൽ പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ ആദ്യത്തെ 1 മിനിറ്റ് മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് പിന്നെ കുക്കറിൻ്റെ മൂടി ജസ്റ്റ് ലോക്ക് ചെയ്യാതെ തന്നെ മുകളിലൊന്ന് വച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ചിക്കൻ അടിയിൽ പിടിക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. മാരിനേറ്റ് ചെയ്ത് വച്ചിരുന്ന ചിക്കൻ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് വേണ്ട മസാല ഞാൻ റെഡിയാക്കുന്നത് ഈ കുക്കറിൽ തന്നെയാണ്. മസാലയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന 3 സവാളയിൽ നിന്ന് 2 സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മൾ ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ചോപ്പർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം പൾസ് ചെയ്തെടുത്താലും മതിയാകും. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഒരു തക്കാളിയിൽ നിന്നും പകുതി തക്കാളിയും വെജിറ്റബിൾ ചോപ്പറിലിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാളയും പകുതി തക്കാളിയും നീളത്തിൽ അരിഞ്ഞിട്ട് അതും ചിക്കനിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കുക്കർ ലോക്ക് ചെയ്യാതെ മൂടി വെറുതെ മുകളിൽ ഇതുപോലെ വച്ചു കൊടുത്തിട്ട് മസാല ഒന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട റൈസും റെഡിയാക്കിയെടുക്കാം. ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, ബേ ലീഫ് എല്ലാം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അരിയിൽ നിന്ന് വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം
കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി തമ്മിൽ ഇതുപോലെ പശയുണ്ടെങ്കിലും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അരി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ